എല്ലാവർക്കും ഹെൽത്ത് ഗ്ലോ ടേസ്റ്റിലേക്ക് വീണ്ടും സ്വാഗതം. ഞാൻ ജീസ ജോർജ്. ഒസംബിക്, മാൻജാരോ, വിഗോവി ഇങ്ങനെയുള്ള ഒത്തിരി വെയിറ്റ് ലോസിന് വേണ്ടിയുള്ള ഇഞ്ചക്ഷൻസ് ഇപ്പം മാർക്കറ്റിൽ അവൈലബിൾ ആണ്. സോഷ്യൽ മീഡിയയിൽ ഒത്തിരി ട്രാൻസ്ഫോർമേഷൻ ഇതിന്റെ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സെലിബ്രിറ്റീസ് യൂസ് ചെയ്ത് തന്നെ ഇത് ഒത്തിരി വൈറലാക്കിയിട്ടുണ്ട്. അപ്പം എന്താണിത്, ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, ഇതിന്റെ ബെനിഫിറ്റ്സും അതുപോലെ സൈഡ് എഫക്ട്സും, ആരൊക്കെയാണ് ഇത് യൂസ് ചെയ്യാൻ പാടില്ലാത്തത്, ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാം കേട്ടോ. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇനി നമുക്ക് ഈ മെഡിസിൻ എന്തൊക്കെയാണെന്ന് നോക്കാം കേട്ടോ. വിഗോവിയും ഒസംബിക്കും സിമാഗ്ലൂറ്റൈഡ് എന്ന് പറയുന്ന ഒരു മോളിക്യൂളാണ് ഇതിലുള്ളത്. അതുപോലെ മാൻജാരോയില് ടിർസിപ്പെറ്റൈഡ് എന്ന് പറയുന്ന കണ്ടന്റ് ആണുള്ളത്. ഇതെല്ലാം ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ട്രീറ്റ്മെന്റിന് വേണ്ടി അപ്രൂവൽ കിട്ടിയ മെഡിസിൻസ് ആണ്. പിന്നെ ഡോക്ടേഴ്സ് ഈ മെഡിസിൻ എടുക്കുന്ന പേഷ്യൻസിനെ ഒബ്സർവ് ചെയ്തപ്പോൾ അവർക്ക് സിഗ്നിഫിക്കൻ്റ് ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യുന്നതായിട്ട് കണ്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പം ഈ മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് വെയിറ്റ് ലോസ് മാനേജ്മെന്റ്, ടൈപ്പ് 2 ഡയബറ്റീസിന്, അതുപോലെ കാർഡിയോവസ്കുലർ റിസ്ക് കുറയ്ക്കുന്നതിന് വേണ്ടിയും ഇത് യൂസ് ചെയ്യുന്നുണ്ട്. ഇനി ഈ മെഡിസിൻ ഒക്കെ എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നോക്കാം കേട്ടോ. ഒസംബിക് ആണെങ്കിലും മാൻജാരോ ആണെങ്കിലും വിഗോവി ആണെങ്കിലും ഇത് നമ്മുടെ ബോഡിയിൽ GLP-1 എന്ന് പറയുന്ന ഒരു ഹോർമോണെ മിമിക് ചെയ്യും. അതുപോലെ മാൻജാരോയ്ക്ക് ഒരു മെക്കാനിസം കൂടെ ഉണ്ട് എക്സ്ട്രാ, അത് നമ്മുടെ ബോഡിയിൽ GIP അഗോണിസ്റ്റ് ആയിട്ടും ഇത് ആക്ട് ചെയ്യും. അപ്പം ഇതിന്റെ എന്താ നെറ്റ് എഫക്റ്റ് എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ 3 മെഡിസിനും നമ്മൾ ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ GIT തന്നെ കുറേ നേരം കൂടെ നിൽക്കും. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ഫുള്ളായിട്ട് തോന്നും, നമുക്ക് വിശപ്പ് കുറയും, ക്രേവിങ്സ് കുറയും, ഇൻസുലിൻ റിലീസ് ചെയ്യുന്ന കുറയും. അപ്പോൾ എല്ലാം കൂടെ വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ വിചാരിക്കും നമ്മൾ ഫുള്ളാണ്, നമുക്ക് വിശക്കുന്നില്ല എന്ന്. ഇങ്ങനെയാണ് വെയിറ്റ് ലോസ് നടക്കുക. ഈ മെഡിസിൻ്റെ എല്ലാം ബെനിഫിറ്റ് നമുക്ക് നോക്കാവേ. ഈ മെഡിസിൻ എല്ലാം പ്രോപ്പറായിട്ട് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഓവർ എ പീരീഡിൽ മര്യാദയ്ക്ക് കഴിച്ചാൽ നമുക്ക് വെയിറ്റ് ലോസ് എന്തായാലും ഉണ്ടാവും. അതുപോലെ തന്നെ ഹാർട്ടിൻ്റെ ഹെൽത്തിനെ ഇത് ഇമ്പ്രൂവ് ചെയ്യും, കോംപ്ലിക്കേഷൻസ് കുറയ്ക്കും, ബ്ലഡ് ഷുഗറിനെ കൺട്രോൾ ചെയ്യും. പിന്നെ നമുക്ക് ചില സമയത്ത് ഇമോഷണൽ ഈറ്റിംഗ് ഉണ്ടാവില്ല, നമുക്ക് സങ്കടം വന്ന ഭക്ഷണം കഴിക്കും, സന്തോഷം വന്ന ഭക്ഷണം കഴിക്കും. ഇങ്ങനെയുള്ള ഇമോഷണൽ ഈറ്റിങ്ങിനെയൊക്കെ ഇത് കുറയ്ക്കും. ഓവർ എ പീരീഡ് ഓഫ് ടൈമിൽ 5 to 15% വെയിറ്റ് റിഡക്ഷൻ ആൾക്കാരിൽ കണ്ടിട്ടുണ്ട്. ഇനി ഈ മെഡിസിന്റെ സൈഡ് എഫക്ട്സ് എന്തൊക്കെയാണെന്ന് നോക്കാവേ. ഇത് മെയിനായിട്ട് നമ്മുടെ ഫുഡിന്റെ എംപ്റ്റിംഗ് ടൈമിനെ കുറയ്ക്കുന്നത് കൊണ്ടാണല്ലോ, അതാണ് അതിന്റെ മെക്കാനിസം. അതുകൊണ്ട് തന്നെ കോൺസ്റ്റിപ്പേഷൻ, ഡയേറിയ, നോസിയ, വോമിറ്റിംഗ് ഇതൊക്കെ ആദ്യത്തെ കുറച്ച് നാളുണ്ടാവും. കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഒന്ന് സെറ്റിൽ ആവും കേട്ടോ. ഇനി സീരിയസ് കോംപ്ലിക്കേഷൻസ് നോക്കുവാണെങ്കിൽ തൈറോയിഡിന്റെ ക്യാൻസർ ആനിമൽ സ്റ്റഡീസിൽ കണ്ടിട്ടുണ്ട്. അതുപോലെ വിഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂ, പാൻക്രിയാറ്റൈറ്റിസ് ഇങ്ങനെയുള്ളതൊക്കെ വളരെ റെയർ ആയിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ മെഡിസിൻ എല്ലാം ആഴ്ചയിൽ ഒരിക്കൽ മാത്രം എടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ ഈ മെഡിസിൻ എടുക്കുമ്പോൾ മെഡിക്കൽ സൂപ്പർവിഷനിൽ എടുക്കണം. പിന്നെ അതിൻ്റെ കൂടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് നമ്മൾ കൊണ്ടുവരാൻ ശ്രദ്ധിക്കണം. ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഇത് നമ്മൾ പെട്ടെന്ന് ഈ ഒരു ഇഞ്ചക്ഷൻ എടുക്കുന്നത് നിർത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രമാത്രം വെയിറ്റ് ആണ് ലൂസ് ചെയ്തത് അതെല്ലാം പെട്ടെന്ന് തന്നെ റീഗെയിൻ ചെയ്യും. ഇനി ഈ മെഡിസിൻ എടുക്കുമ്പോൾ മാക്സിമം റിസൾട്ട് കിട്ടാൻ നമ്മൾ എന്ത് ചെയ്യണം നോക്കാവേ. ഈ മെഡിസിൻ എടുക്കുന്നതിൻ്റെ കൂടെ തന്നെ ദിവസം 30 മിനിറ്റ് നടക്കാൻ ശ്രദ്ധിക്കുക. ആഴ്ചയിൽ 2-3 പ്രാവശ്യം വെയിറ്റ് ഗെയിൻ എക്സസൈസസ് ചെയ്യാം. അതുപോലെ ഹൈ പ്രോട്ടീൻ ഡയറ്റും ഇതിൻ്റെ കൂടെ ഇൻക്ലൂഡ് ചെയ്യണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മസിൽ മാസ് പ്രിസർവ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യും, സ്കിൻ സാഗിങ്ങിനെ കുറയ്ക്കും, മെറ്റാബോളിസത്തിനെ ഇമ്പ്രൂവ് ചെയ്യും, ലോങ് ടേം ആയിട്ടുള്ള വെയിറ്റ് ലോസ് നമുക്ക് കിട്ടും. അതുപോലെ ഹാർട്ടിൻ്റെ ഹെൽത്തിന് ഇത് നല്ലതാണ്. പിന്നെ ഒരു കാര്യം കൂടെ, ഇത് നമ്മൾ എക്സസൈസസിൻ്റെ കൂടെ അല്ല ഇത് എടുക്കുന്നതെങ്കിൽ നമ്മുടെ ബോഡിയിൽ നിന്ന് ഫാറ്റ് ലൂസ് ആവുന്നതിന് പകരം നമ്മുടെ മസിൽ ലൂസ് ആവാനുള്ള സാധ്യതയുണ്ട്. ആരൊക്കെയാണ് ഈ മെഡിസിൻ യൂസ് ചെയ്യാൻ പാടില്ലാത്തത് നോക്കാവേ. നിങ്ങൾ പ്രഗ്നൻ്റ് ആണ്, അല്ലെങ്കിൽ പ്രഗ്നൻസിക്ക് പ്ലാൻ ചെയ്യുന്നുണ്ട്, തൈറോയ്ഡ് ക്യാൻസർ ഉണ്ട്, ഇല്ലെങ്കിൽ നമുക്ക് GIT റിലേറ്റഡ് ആയിട്ടുള്ള ഡിസീസസ് ഉണ്ട്, ടൈപ്പ് 1 ഡയബറ്റീസ് മെലിറ്റസ് ഉണ്ട്. ഇങ്ങനെയുള്ളവർ ഒരു കാരണവശാലും ഈ ഒരു മെഡിസിൻ എടുക്കാൻ പാടില്ല. ഈ ക്രൈറ്റീരിയയിൽ ഇല്ലാത്തവരാണെങ്കിൽ പോലും ഒരു പ്രോപ്പറായിട്ടുള്ള മെഡിക്കൽ അഡ്വൈസിനോട് കൂടെ ഒരു ഡോക്ടറെ കണ്ടിട്ട് മാത്രമേ ഈ മെഡിസിൻ എടുക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത്രയാണ് എനിക്ക് ഇന്നത്തെ വീഡിയോയിൽ പറയാനുള്ളത്. ഇത് ഒരിക്കലും ഒരു മിറാക്കിൾ ഇഞ്ചക്ഷൻ അല്ല, അത് നമ്മൾ എപ്പോഴും ഓർക്ക്. അതുപോലെ തന്നെ മെഡിക്കൽ സൂപ്പർവിഷനിലോട് കൂടി മാത്രമേ ഈ മെഡിസിൻ എടുക്കാനും പാടുള്ളൂ. അപ്പോൾ അത്രയാണ് ഇന്നത്തെ വീഡിയോ. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. ബി ഹാപ്പി, കീപ് സ്മൈലിംഗ്. നമുക്ക് അടുത്ത വീഡിയോ കാണാം. ബൈ.